അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്ത കൊണ്ടം പരന്നു കിടക്കുന്ന ഒരു വിഷയമാണിത്. ഞാൻ എന്റെ പ്രസംഗത്തിൽ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ അടിസ്ഥാനപരമായ വിശ്വാസ രംഗത്ത് സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങളെ കുറിച്ചല്ല പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സലഫി ആദർശം മനസ്സിലാക്കിയിട്ടുള്ള, തൗഹീദും ശിർക്കും വകതിരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടിയ മിക്കവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊക്കെ തന്നെയും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം വിശ്വാസത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ്. ഏത് മതത്തിലും വിശ്വാസത്തിന് പരമ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം വിശ്വാസത്തിന്റെ നിഴലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ കർമ്മങ്ങൾ ദുഷിക്കുന്നുവെങ്കിൽ അതിന് കാരണം വിശ്വാസം ദുഷിക്കുന്നതാണ്. കർമ്മങ്ങൾ ശരിയാകണമെങ്കിൽ വിശ്വാസം തിരുത്താൻ നാം ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഏതൊരു കർമ്മവും ഒരു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നാം വെച്ചു പുലർത്തുന്ന വിശ്വാസത്തിൽ സംഭവിക്കുന്ന ചെറിയ പാളിച്ച നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളെ ബാധിക്കുന്നു. അങ്ങനെ നാം അന്ധവിശ്വാസങ്ങളോടൊപ്പം അനാചാരങ്ങളും കൂടെ ഉണ്ടാകുന്നു. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പാരമ്പര്യത്തിനോ നാട്ടു നടപ്പുകൾക്കോ അല്ലെങ്കിൽ ശീലങ്ങൾക്കോ ഏതെങ്കിലും മഹാന്മാരുടെ വാക്കുകൾക്കോ ഒന്നും യാതൊരു സ്ഥാനവും ഇല്ലാത്ത മതമാണ്. പ്രമാണങ്ങളിൽ എന്തു പറഞ്ഞു അത് മാത്രം സ്വീകരിക്കുക, അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ മറ്റു മതങ്ങളെ പോലെ കേട്ടുകേൾവിയുള്ള ഐതിഹ്യങ്ങളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഒന്നുമല്ല. ചരിത്രത്തിന്റെ തെളിഞ്ഞ പ്രകാശത്തിൽ റസൂലുള്ളാഹി ഇറക്കി കിട്ടിയിട്ടുള്ള 1400 വർഷം മുമ്പ് മക്കയിൽ ജീവിച്ചു മരിച്ച ചരിത്ര പുരുഷൻ, അദ്ദേഹത്തിന് 23 കൊല്ലം കൊണ്ട് അവതരിച്ചു കിട്ടിയ വിശുദ്ധ ഖുർആൻ, വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ, വിവിധങ്ങളായ ഭാഷകളിൽ അതിന്റെ പരിഭാഷകൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന, ഏവർക്കും എത്തിപ്പിടിക്കാവുന്ന പ്രമാണമാണ് ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം. പിന്നെയുള്ളത് പ്രവാചകന്റെ ഹദീസ്. അത് ഖുർആനിന്റെ വിശദീകരണമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അംഗീകാരം കൊണ്ടും 23 വർഷത്തിനിടയ്ക്ക് റസൂലുള്ള കാണിച്ചു തന്നിട്ടുള്ള ജീവിതചര്യ, അതാണ് സുന്നത്തുർ റസൂൽ അഥവാ നബിചര്യ. അതിൽ പലതും പിൽക്കാലത്ത് കടത്തിക്കൂട്ടാൻ ശ്രമം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വകതിരിച്ചെടുക്കാൻ ഏതൊക്കെയാണ് യഥാർത്ഥ സുന്നത്ത്, ഏതൊക്കെയാണ് സുന്നത്തിൽ ഉൾപ്പെടാത്തത് എന്ന് വകതിരിച്ചെടുക്കുവാൻ ഹദീസ് പണ്ഡിതന്മാർ ശ്രമിക്കുകയും സ്വഹീഹായ ഹദീസ് ഏത്, ദഈഫായ ഹദീസ് ഏത്, മൗദൂആയ ഹദീസ് ഏത് എന്നിങ്ങനെ വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രമാണം എണ്ണുമ്പോൾ ഖുർആൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഹദീസ് എന്ന് മാത്രമല്ല സ്വഹീഹായ ഹദീസ് എന്ന് കൂടി പറയാറുണ്ട്. ഇത് രണ്ടുമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങളിൽ നിന്ന് ഉരുത്തിരിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കാലം കുറെ കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തില് മറ്റ് സമുദായങ്ങളിലൊക്കെ ഉള്ളതുപോലെ കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സമുദായത്തിലും ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയുണ്ടോ? ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? റസൂലിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സലഫുസാലികൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചിന്തിക്കുവാനുള്ള ഒരു മനസ്ഥിതി എന്ന ആളുകൾക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പാപമായി പോകുമോ, തെറ്റായി പോകുമോ എന്ന് വരെ ആളുകൾ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് അതിനൊന്നും നേരല്ല, എന്താ അങ്ങനെ ചെയ്യണേ, എല്ലാരും അങ്ങനെ ചെയ്യണം, അപ്പൊ ഞാനും അങ്ങനെ ചെയ്തു എന്ന് പറയുന്നിടത്തോളം മതപരമായ കാര്യങ്ങളിൽ ജനങ്ങൾ അകപ്പതിച്ചിരിക്കുകയാണ്. ഇന്ന് ഭൗതികമായ ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗിച്ച് അളന്ന് തൂക്കി തികച്ചും യുക്തിസഹമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ മതത്തിന്റെ കാര്യം വരുമ്പോൾ ബുദ്ധിയും ചിന്തയൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പതനമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണുന്നത്. ഖുർആനും ഹദീസും മുന്നോട്ട് വെക്കുന്ന ആദർശം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്തക്കും ബുദ്ധിക്കും പ്രാധാന്യം നൽകുന്ന ആദർശമാണ്. ചിന്തോദ്ദീപകമായ ആദർശം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ പര്യാപ്തമാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ പലയിടത്തും ചോദിക്കുന്നുണ്ട്. ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത ബദിരനും മൂമയുമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടനായ ജന്തു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത്രയേറെ ബുദ്ധിക്കും ചിന്തക്കും പ്രാധാന്യം നൽകിയ ഒരു മതത്തിന്റെ അനുയായികൾ ബുദ്ധിയും ചിന്തയും തീരെ ഉപയോഗിക്കാതെ മുരട്ടുശീലക്കാരും
അതുപോലെ തന്നെ ചിന്താശേഷി ഇല്ലാത്തവരുമായി അധപ്പതിച്ചതാണ് ഈ 1400 കൊല്ലത്തെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ? അന്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചിന്തയോ ബുദ്ധിയോ ഒന്നുമില്ലാതെ കണ്ണടച്ചൊരു കാര്യത്തെ പിൻപറ്റുകയോ ഒരു കാര്യം വിശ്വസിക്കുകയോ ചെയ്തതാണ് അന്ധമായ നിലപാട് എന്ന് നമ്മൾ അതിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ ഒരു കാര്യം വിശ്വസിക്കുമ്പോ അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ബുദ്ധിക്ക് യോജിക്കുമോ എന്നൊന്നും ചിന്തിക്കാൻ സമയം കണ്ടെത്താതെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ആരെങ്കിലും പറഞ്ഞത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ അങ്ങനെ ചെയ്യാം. ഇതിനാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അനാചാരം എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിൽക്കാലത്ത് ഏതോ ആളുകൾ മുഖേന എങ്ങനെയൊക്കെയോ സമൂഹത്തിൽ കടന്നുകൂടി അതൊക്കെ അനുഷ്ഠിക്കുക. ഞാനൊരു കാര്യം മാത്രമാണ് ഈ കാര്യത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഏതൊരു വിശ്വാസം സ്വീകരിക്കുമ്പോഴും ഇതെങ്ങനെ കിട്ടിയെന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സിൽ നമുക്ക് വേണം. എങ്ങനെയാണ് എനിക്ക് വിശ്വാസം കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? അതിന്റെ വാപ്പ പഠിപ്പിച്ച്, വാപ്പാക്ക് വാപ്പാന്റെ വാപ്പ പഠിപ്പിച്ച്, അങ്ങനെ മാത്രമേ നമുക്കൊരു ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന ഹജ്റത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഉസ്താദ് പറയുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ഖുർആനിലും ഹദീസും അങ്ങനെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും നമുക്ക് തയ്യാറില്ല. അപ്പൊ ചോദിച്ചു, എല്ലാവരും ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചിട്ട് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ എല്ലാവരും പണ്ഡിതന്മാരാകണ്ടേ? വേണ്ട, പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി നിങ്ങൾ. പക്ഷെ എന്താ ചോദിക്കണ്ടേ? എന്താ ഉസ്താദ് അവരുടെ നിങ്ങളുടെ അഭിപ്രായം എന്നല്ല ചോദിക്കണ്ടേ? ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഇതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ? ഇങ്ങനെ ഒരു ആചാരം കാണുന്നുണ്ടല്ലോ, ഇതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ? ഹദീസിൽ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ സ്വീകരിക്കുക എന്ന അവസ്ഥ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വികലമായ വിശ്വാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് ഈ മുഖവരിയോട് കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലറ ചില്ലറ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ നമ്മള് എത്ര ആദർശ ശുദ്ധിയുള്ളവരാണ്, സെലഫികളാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്കൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പാലിച്ചു പോരുന്ന ചില അന്ധവിശ്വാസങ്ങൾ. ഉദാഹരണമായിട്ട്, നമ്മളൊരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു യാത്രക്ക് വേണ്ടി ഇറങ്ങി, പെട്ടെന്നാണ് ഓർമ്മ വന്നത് അവർ സാധനം എടുത്തിട്ടില്ല. അവിടെ തന്നെ നിൽക്കും, കയ്യെ പിന്നാക്കം പിടിച്ചിട്ട്, കുഞ്ഞാമിനാ അതുകൊണ്ട് എടുത്തോന്നറിയും. അതെന്തിനാ? പിരിഞ്ഞു പോയാ യാത്രന്റെ കാര്യമൊക്കെ ആകെ പേഷകായിനാ. നോക്കിങ്ങള്, അപ്പൊ ശപിക്കുകയാണ്. എന്ത് വല്ലാത്തൊരു ശാപം! ഇറങ്ങുമ്പോ തന്നെ ദുശകുനാണ്. യഥാർത്ഥത്തിൽ ഗൾഫ് പോകുന്ന ആള് പാസ്പോർട്ടും ടിക്കറ്റും പൈസയും ഒക്കെ വെച്ച ബാഗാ മറന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, എനിക്കത് ഓർമ്മ വന്നല്ലോ. അതെങ്ങാൻ എയർപോർട്ടിലെ പ്ലെയിൻ വരുന്ന നേരത്താണ് ഓർമ്മ വന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പടച്ചവനെ നിനക്ക് സ്തുതി എന്ന് പറയേണ്ട മനുഷ്യൻ അവിടെ ശപിക്കുകയാണ്. ഹൈ, വല്ലാത്തൊരു ദുശകുനം! ആദ്യം തന്നെ തിരിച്ചു വരേണ്ട സ്ഥിതിയാ വന്നത് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ യാത്രക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു പോന്നാൽ ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. അള്ളാഹുവോ റസൂലോ അങ്ങനൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഒരു സംഗതിക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടൊന്ന് പിന്നാക്കം വന്നാൽ നിങ്ങളെ കാര്യം നടക്കൂലാന്നോ, കാര്യത്തിൽ അത് ദോഷം ചെയ്യുന്നോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യം എന്താ? ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ്. അത് വിശ്വസിക്കണ്ട നമ്മള്. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നതിനാണ് ഖൈറ്, മറവ് തെറ്റിയിലാണ് ദോഷം എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അപ്പൊ ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നത് കൊണ്ടാണ് നിരവധി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും എടുത്തു പോകാതിരിക്കാൻ കാരണം. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മതി. നമുക്ക് മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഖൈറ് വരുത്താൻ പടച്ചവനെ സാധിക്കുള്ളൂ. മറഞ്ഞ മാർഗത്തിലൂടെ ദോഷം വരുത്താൻ അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. മറ്റുള്ള നമ്മുടെ ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതിനോ എന്തെങ്കിലും സാധനം കണ്ടതിനോ ഒന്നും നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിശ്വാസത്തിൽ കുറവ് വന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില അന്ധവിശ്വാസങ്ങളൊക്കെ മൂടറുത്ത് നശിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത്. എന്തൊക്കെ പറഞ്ഞാലും വല്ല അപസ്മാരമോ ഭ്രാന്തോ അല്ലെങ്കിൽ മാറാത്ത ഒരു കുട്ടഞ്ചെറിയോ എന്ത് പിടിച്ചാലും ശരി, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചൊന്നും മാറ്റല്ല. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാതോ അവര് ചെയ്താവുന്നു. ആര്? അപ്പുറത്തിരിക്കുന്ന 10ഓ 50ഓ കൊല്ലമായി സന്തോഷത്തിൽ കഴിയുന്ന അയൽവാസിയെ ചൂണ്ടി ഇബ്ലീസ് പറഞ്ഞു തരാണ് അവര് ചെയ്തതാവും. എന്ത് ചെയ്ത്? മാരണം ചെയ്തത്, സിഹിർ ചെയ്തത്, ചെയ്വന ചെയ്തതായിരിക്കും. അതിനെന്താ വഴി? ഇങ്ങോട്ട് ചെയ്തവർക്ക് അങ്ങോട്ടും ചെയ്യണം. അതിനെന്താ വഴി? അതിനിവിടെ ഉണ്ട് സിദ്ധന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, മൊല്യാക്കന്മാരുണ്ട്, തമ്പുരാക്കന്മാരുണ്ട്, അവരെടുത്ത് പോകണം. അത് പണിക്കരോ നമ്പൂരിയോ മൊല്ലാക്കി ആരായാലും കുഴപ്പമില്ല. ചെയ്ത് നമ്മക്ക് നേരെ അവരയച്ചിരിക്കണം, അതിനൊന്ന് തിരിച്ചു വിടണം. നമ്മൾ വേഗം പോയി അവിടേക്ക്, ഈ ഗണിതക്കാരന്റെ അടുത്തേക്ക്, ഈ മല്ലാക്കാന്റെ അടുത്തേക്ക്, ഈ തങ്ങൾപ്പാപ്പാന്റെ അടുത്തേക്ക്. എന്തിന്? അവർ അയച്ച പിശാചിനെ തിരിച്ചയക്കാൻ. അപ്പൊ പിശാച് തന്നെ അവരെ കറക്കനുസരിച്ച് ഇങ്ങനെ ഈ ഓരോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കണ മാതിരി അങ്ങനെ അയക്കാൻ പറ്റിയ ആളാന്ന് അവരുടെ വിചാരം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ഗൂഢശക്തികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മറഞ്ഞ നിരക്ക് നമ്മളെ സഹായിക്കാനും നമുക്ക് ദോഷം ചെയ്യാനും പിശാചിനും കഴിയും എന്ന് വിശ്വസിച്ചാൽ ഈമാൻ കാര്യത്തിൽ 6ാമത്തെ വിശ്വാസത്തിൽ നമുക്ക് തെറ്റുക പറ്റി. അതുകൊണ്ടാണല്ലോ ഇസ്ലാം സിഹിർ നിരോധിച്ചത്.
രണ്ടാമത്തെ മഹാപാപം അള്ളാഹുവിൽ പങ്കുചേർക്കൽ ഒന്നാമത്തെ മഹാപാപം. രണ്ടാമത്തെ മഹാപാപമായി എന്റേത് സിഹിറാണ്. സിഹിർ അഥവാ ചെയ്വന, കൂടോത്രം, ഇസ്മിന്റെ പണി, തെൽസമാത്ത്, ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സംഗതി ഉണ്ടല്ലോ, അത് മഹാപാപങ്ങളിൽ ഉൾപ്പെടുത്തിയതാ. അത് ചെയ്തോനെ ചെയ്താലും ശരി, ചെയ്യാൻ വിചാരിച്ചോനെ ചെയ്താലും ശരി, ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തല്ല, വേറൊരുത്തം വന്ന് പറഞ്ഞ് അവർ ചെയ്തതാവും. എന്നിട്ട് പിന്നെ കാണുന്നതൊക്കെ സംശയമായി. അതന്നെ എന്നാളോളം ആ വീടിന്റെ മൂല കുഴിക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാ? വല്ല കണ്ണൻ ചേർത്ത്, അല്ലെ കുഞ്ഞിക്കുടുക്ക്, കോഴിമുട്ട, കരിക്കോ, ഇതൊക്കെ ഓരോ സിദ്ധന്മാര് പറഞ്ഞെടുക്കണ. പറയുന്നിട്ടതൊക്കെ അള്ളങ്ങടി കിതാബിൽ ഇറക്കിയ മാതിരിയാ. ഇവര് ചെന്ന് ഒരു മനുഷ്യന് ഈ വിശ്വാസേറ്റാ ചെന്നാന്നുണ്ടെങ്കിൽ ഓനെ പിന്നെ ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടും കാര്യമല്ല. കാരണം രോഗത്തിന്റെ പ്രധാന ചികിത്സ എന്തായോ? ഈ രോഗിക്ക് വിശ്വാസം വരിക എന്നുള്ളതാണ്. ഈ ചികിത്സ എനിക്ക് ഫലിക്കും എന്ന വിശ്വാസം ഇയാൾക്ക് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ എത്ര ചികിത്സിച്ചിട്ടും കാര്യമില്ല. ഒരു തങ്ങൾ പാപ്പാനത്ത് കൊണ്ടായാൽ തന്നെ ശരിയാവുള്ളൂ. എന്നിട്ടോ വെറുതെ അവര് വായി കിട്ടിയൊക്കെ പറയും, നിങ്ങൾ 2 കരിക്ക് കൊണ്ടിരണം, 3 കോഴിമുട്ട കൊണ്ടിരണം, എന്നിട്ട് ആ കരിക്കിന് ഓട്ടം ചെയ്ത് ആ കോഴിമുട്ട അതിലിടണം, ആ വീടിന്റെ വലത്തെ ഭാഗത്ത് ഒരു വാങ്ങ് കൊടുക്കണം, എന്നിട്ട് അടുത്ത ഭാഗത്ത് ഇക്കാമത്ത് കൊടുക്കണം, എന്നിട്ട് ഈ കുഞ്ഞിക്കുടുക്കൊണ്ടിട്ട് നിങ്ങൾ അപ്പുറത്തെ കുളത്തിൽ കുഴിച്ചിടണം, ഈ തകിടുണ്ടോ നിങ്ങൾ അടുത്ത് കുഴിച്ചിടണം. ഇതൊക്കെ കിതാബിൽ അള്ള പറഞ്ഞ മാതിരി മൂപ്പർ അങ്ങനെയൊക്കെയാണ് ചെയ്താ സന്തോഷായി. ഇപ്പൊ വന്ന വിചാരം എന്തായി? തിരിച്ചങ്ങോട്ട് പോയി. ഇവന്റെയൊന്നും വാങ്ങും കാശ്. മറ്റോലും ഇവന്റെ ദിയ ആളെ തന്നെ പോയിട്ടുണ്ടാവും. അത് ഇവരോട് പറയില്ല. ഇവരോട് പറഞ്ഞ കാശ് കിട്ടോ? ഓരോടും പറയും ഇങ്ങനെയൊക്കെ, ആ കരിക്ക് ഇവിടെ കുഴിച്ചിടണം, മറ്റോടത്ത് അങ്ങനെ ഇക്കാമത്ത് കൊടുക്കണം, മറ്റോടത്ത് വലത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 2 അടി നടന്നിട്ട് പിന്നെ 3 അടി പിന്നാക്കം വന്നിട്ട് ഒരു വാങ്ങ് കൊടുക്കണം. ഇങ്ങനെ തൊള്ളേ തോന്നിയൊക്കെ ഇയാൾക്ക് എന്തൊക്കെ തോന്നിയൊക്കെ പറഞ്ഞു കൊടുക്കും. അതിന് നൂലോ ചരടോ ഐക്കല്ലോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്താ ഐക്കല്ലിൽ ഉണ്ടാവുക? ഒരു വെള്ളക്കടലാസ് ഇങ്ങനെ എടുത്തിട്ട് കുട്ടികളുടെ ടൈം ടേബിളിന് വരേണ്ട മാതിരി തലങ്ങും ബലങ്ങും ഒക്കെ വരും. എന്നിട്ട് ഓരോ കള്ളിയിലും അലിഫ് ബാന്ന് അലിഫുലാമോ എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ എഴുതി വിട്ടിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊലി മടക്കുമ്പോൾ ചെറുചെറുതായിട്ട് ചെറുന്നനെ മടക്കിയിട്ട് ഒരു മെഴുകിന്റെ തുണി ഉണ്ടാവും, അതിലിങ്ങനെ കൂട്ടി പൊതിഞ്ഞിട്ട് നൂലിങ്ങനെ ചിറ്റിയിട്ട് ഊതിയാലും ഊതിയില്ലെങ്കിലും ഇതാണ് സാധനം. അത് ചെമ്പിന്റെ തകിടിലോ സ്വർണത്തിന്റെ തകിടിലോ ആക്കിയാൽ പിന്നെ വെള്ളവും തട്ടൂല. പല പെണ്ണുങ്ങളെ ആരെയും ഈ കണ്ടൻസർ ഉണ്ടാവും. ഇതില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയൂല. കാരണം എന്താ? ഏലത്തില്ലെങ്കിൽ ആയുസില്ലാണ് അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. എല്ലാവിധ ഷെറുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെ തടയുന്നത് ഈ സാധനമാണ്. ഇതാണ് പോയാൽ എല്ലാ ഷെറും പിന്നെ വരിയായി. പൈശാചികമായ ഉപദ്രവങ്ങളൊക്കെ തടയപ്പെടുന്നത് ഈ കണ്ടൻസർ ആണെന്നാണ് പെണ്ണുങ്ങളെ വിശ്വാസം. പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന പല ആണുങ്ങളുടെയും വിശ്വാസം അതാണ്. നോക്കി മനുഷ്യ, നിങ്ങളെ സെലഫി മുജാഹിദും ഇതൊക്കെ നടന്നാലേ നമ്മളെ കുട്ടിന്റെ കഥ കഴിയൂട്ടോ. എത്ര ദിവസമായി നമ്മളെ കുട്ടിക്ക് വിടാത്ത പനി, ഇംഗ്ലീഷ് കൊടുത്തു നോക്കി മാറിയോ, ആയുർവേദം കൊടുത്തു നോക്കി മാറിയോ. ഈ കല്യാണ മന്ത്രത്തിൽ ഇപ്പം പെടുക. കാരണം പല ആളുകളും ഞങ്ങളെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെണ്ണുങ്ങളെ വീട്ടിലുള്ള താമസം കൂടി. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും? ഓള് പറഞ്ഞത് കേൾക്കാതെക്കാൻ വയ്യാത്തൊരവസ്ഥയും കൂടി ചിലപ്പോ ഉണ്ടായി എന്ന് വരാം. എല്ലാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെയാലും അതും കൂടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളാണ് ഇതൊക്കെ പ്രയത്നിക്കണേ. അപ്പൊ പറയും നമ്മൾ അവിടെ പോയി നോക്കുക, ഇവിടെ പോയി നോക്കുക, മറ്റോടത്ത് പോയി നോക്കുക. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ പോയി കൊടുക്കുക. ഇത് പുറത്തു വരുന്നവർക്ക് മാനക്കടാണ്. ഈ ശിർക്ക് ചെയ്യണവർക്ക് എല്ലാവർക്കും അത് പുറത്തറിയുന്ന മാനക്കടാണ്. എല്ലാരും അവനെ റൂമിൽ കൊണ്ടുപോയിട്ടുള്ള പൂജിക്കുക. അത് വല്ല രഹസ്യമായിട്ട് അല്ലേ? അതുപോലെ ഈ ഐക്കല്ലൊന്നും പുറത്തു കിട്ടൂല. ഐക്കല്ല കരയിലോ കഴുത്തിലോ കാണാതെ വെക്കൊണ്ടു. കുളിക്കുമ്പോൾ കൂടി കാണാതിരിക്കാൻ വേണ്ടി വേറെ അല്പം കുളിക്കാനും കൂടി നിൽക്കൂല. അത്രയും മറച്ചു വെക്കുക. അപ്പൊ അത് എന്തോ ഒരു കാപട്യത്തിലുണ്ട് എന്ന് ഇവര് മനസ്സിലാക്കുക. അതൊക്കെ ഈ സിദ്ധന്മാര് കൊടുക്കുന്നതാ. ഈ ഐക്കല്ലുകളും മന്ത്രങ്ങളും ഏലത്തുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത്, ജാഹിലിയ്യ കാലത്തെ പുരോഹിതന്മാര് ഖുറൈശികളിൽപ്പെട്ട മുശ്രിക്കുകൾ ചെയ്തിരുന്ന കാര്യങ്ങളാണൊക്കെ. നബിന്റെ അടുത്തൊരാള് ഒരു ചെമ്പിന്റെ വളയാൻ കൈത്തണ്ടയിൽ ധരിച്ചിട്ട് വന്ന് എന്താണോ ചോദിച്ചു. അത് മിനൽ വാഹിനത്തി, എനിക്ക് ഈ ബലക്ഷയുണ്ട്, തളർവാദം, അതിനു വേണ്ടി കെട്ടിയതാണ് എന്നാണ്. ഊരി വലിച്ചിടോ അത് പറഞ്ഞു. ഇപ്പൊ ചിലർ പറഞ്ഞു അങ്ങനെയൊന്നും നമ്മൾ പറയണ്ടെന്നാ. നമ്മളങ്ങനെ മെല്ലെ തൊട്ടു കഴിഞ്ഞ് അത് വലിയ ഗുണമൊന്നുമില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ചധികം മോശമാണ്, അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് പറഞ്ഞാൽ മതി എന്നാ. റസൂല ഒന്നും പറഞ്ഞില്ല. ഇമ്പിഹാൻക ഊരി വലിച്ചിടോ അത് പറഞ്ഞു. ഇത് നിന്റെ കയ്യിലുണ്ടായിരിക്കും, നീ മരിച്ചാൽ നീ വിജയിച്ചിട്ടില്ല എന്നാ റസൂല് പറഞ്ഞു. കണ്ടോ? ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു നബിന്റെ പ്രസിദ്ധ സഹാബിയ. അദ്ദേഹം പിന്നെ രോഗിയെ സന്ദർശിക്കാൻ ചെന്നപ്പോ രോഗിന്റെ കൈത്തണ്ടയിലുണ്ട് ഒരു നൂല്. അദ്ദേഹം വലിച്ചുകൾ പൊട്ടിച്ചു. എന്നിട്ട് ആയത്തോതി അവരിലധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവരിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ്. അപ്പൊ ഇത് ശരിക്ക് ശിർക്കാണെന്നാ പറഞ്ഞേ. എന്തിനോ വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ, ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ അവൻ മുശ്രിക്കായി. കണ്ടോ? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഓർമ്മ വരും രാമൻകുട്ടി, മറ്റേ കല്യാണിക്കുട്ടി, ശാന്തമ്മ, ജാനകി, അവരൊക്കെ നല്ല നമ്മളൊക്കെ യഥാർത്ഥ മുശ്രിക്ക. ശിർക്കാണ് ചെയ്ത പേര് ഇബ്രാഹിം കുട്ടിയും മഹമൂട്ടിയും ഒന്നും ആയിട്ട് കാര്യമല്ല. ശരിക്കും രാമൻകുട്ടിയും രായിൻകുട്ടിയും ഒക്കെ ഒന്നാവും.
ചെറുക്കി നമ്മളത് സംഭവിച്ചു പോയാൽ. അപ്പൊ അതാണ് ഈ ഐക്കല്ല് മന്ത്രം പോലെയുള്ളതിലൊക്കെ എല്ലാ ജാറങ്ങളോടനുബന്ധിച്ചും ഇതിന്റെ കച്ചവടമാണ്. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലെന്നല്ല നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചരിത്രന്മാരെ ഒന്നിച്ച് സീർ ചെയ്താലും നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാൽക്കത്രേന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ജനപരി പറയണ അങ്ങനെയാണ്. യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടി തിരിക്കാന്നൊക്കെ അതിന് പറയാം. അതിനെല്ലാം എന്തെങ്കിലും കൂടോത്രം ചെയ്താല് പാറാൽക്ക് വന്ന ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി. മോൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെങ്കിലും എത്തണമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സിഹ്റം ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നാ ഒരു ഇസ്രായേലിനെതിരെ സിഹ്റം ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ ഫലിക്കൂല എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ ചില മനുഷ്യന്മാരുടെ മനസ്സുകളിൽ ചില ചിന്തകളൊക്കെ ഉണ്ടാക്കാൻ ആരെ കൊണ്ടും സാധിക്കും. അതിപ്പോ ഒരു പ്രസംഗം കൊണ്ട് നിങ്ങളൊക്കെ മനസ്സിന് പല ചിന്തകൾ ഉണ്ടാക്കാൻ പ്രാസംഗികന് കഴിയൂലേ? ഇപ്പൊ നല്ല പ്രസംഗകനാണെങ്കിൽ അയാളുടെ ആശയത്തിലേക്ക് നിങ്ങളെ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ നല്ല എതിർക്കുന്ന രാശിയായിരിക്കും. ഒരു മണിക്കൂർ ഇരുന്ന് അതിന് എതിരിലാണ് കേട്ടപ്പോ പറഞ്ഞാണ് ശരിട്ടോ, നിങ്ങളെ മനസ്സാകെ മാറി. ഇതൊരു തരം സിഹറാണ്. നബി പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ന മിനൽ ബയാനിലെ സിഹറ, വ്യാഖ്യാനത്തിൽ വിവരണത്തിൽ ഒരു തരം സിഹറുണ്ട്. ജബർഖാൻ ബിൻ ബദർ എന്നൊരു ചങ്ങായി വന്നിട്ട് റസൂലുള്ളാഹിന്റെ സാത്തിൽ പ്രസംഗിച്ചപ്പോ സഹാബികളൊക്കെ അത്ഭുത സ്തബ്ധരായി. അപ്പൊ റസൂൽ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനത്തെ ചില പകിട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടില് മാജിക്കാർ വന്നിട്ട് എന്തെല്ലാം കാണിക്കണ് അല്ലെ? കൈ ഇങ്ങനെ പിടിച്ചോർത്തുണ്ട്, പാത്രം ഉണ്ട്, കിളിയിലാണ്ട് പൈസ ചാടുന്നത്. ആദ്യം ഡപ്പിങ്ങനെ കാണിച്ചിരുന്ന അതിലൊന്നുമില്ല നോയിക്കോളി എന്നൊക്കെ ആളൊക്കെ കാണിച്ചെടുത്തിട്ട് പിന്നെ അങ്ങനെ അല്ലെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വായി ഇങ്ങനെ അങ്ങനെ അതിനും നാണയം ചാടുന്നത് അല്ലെ? കടലാസ് വെറും കടലാസിന്റെ അടുത്ത് ഇങ്ങനെ നോട്ടാക്കി എണ്ണണ്. എന്നാ പിന്നെ തിന്നടക്കണോ? നോട്ടുണ്ടാക്കിയാൽ ജീവിച്ചാ പോരെ? നമ്മൾ 5ഉം 10ഉം പിരിക്കാൻ നടക്കണോ? അപ്പൊ അത് നോട്ടല്ലാതെ നമുക്കറിയാം. പക്ഷെ നമ്മളൊക്കെ കണ്ണിനായാലും കൺകെട്ട് എന്നതിന് പറയാം. നമ്മളെല്ലാരും വിശ്വസിപ്പിച്ചു എന്ത് ഇത് നോട്ടാണ്, ഇത് ചില്ലറയാണ് എന്ന് വിശ്വസിപ്പിച്ചു അല്ലെ? കഴുത്തടുത്ത് ഇങ്ങനെ പ്ലേറ്റ് വെച്ച് കാണിച്ചു തരികയാണ്. ശരിയാട്ടോ, നമ്മൾ വിശ്വസിച്ചു. ഇതുപോലത്തെ ഇത് മാജിക് തന്നെ ഒരു തരം സിഹറാണ്. സായിബാബ മുതൽക്ക് മുതുകാട് വരെ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യാഥാർത്ഥ്യം അതിനില്ല, പക്ഷെ യാഥാർത്ഥ്യം എന്ന് വിശ്വസിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഈ തലത്തിലുള്ള ചില സംഗതികളൊക്കെ ചെയ്യാൻ ചില വിദ്യകൾ പഠിച്ച ആളുകൾക്ക് സാധിക്കുമെന്നല്ലാതെ ശാശ്വതമായി ഒരാൾക്ക് രോഗം വരുത്താനോ ഒരാൾക്ക് വയറ്റുനോക്ക് ഉണ്ടാക്കാനോ ഭ്രാന്ത് പിടിപ്പിക്കാനോ അവസ്മാരം ഉണ്ടാക്കാനോ ഒന്നും സിഹർ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യമില്ലാത്ത ചില തോന്നലുകളും ചിന്തകളും ഒക്കെ ഉണ്ടാക്കാൻ അത് സാധിക്കും. അത് വിദ്യയാണ്, പഠിച്ച ഏവർക്കും സാധിക്കുന്ന സംഗതിയാണ്. സാമർത്ഥ്യന്മാർക്ക് പലർക്കും പലതും സാധിക്കും. അതല്ലാത്ത നിലക്കുള്ള ഹൈറും ഷെറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാരണം ചെയ്തു എന്ന വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ചില ആളുകളൊക്കെ അപ്പൊ അള്ളാഹിനെ പറ്റി തന്നെ അന്ധവിശ്വാസം ഉണ്ട് ആളുകൾക്ക്. എനിക്കൊക്കെ അസുഖം വരേണ്ട വല്ല കാര്യമുണ്ടോ? 5 വഖത്തും ഞാൻ നിസ്കരിക്കണ്ടേ, സുബഹിക്ക് ജമാഅത്തിന് ഞാൻ എത്തുന്നുണ്ട്, ധർമ്മം കൊടുക്കുന്നുണ്ട്, നോമ്പ് നൊന്നിട്ട് ഇരിക്കാനുള്ളപ്പോ വന്നത്. അപ്പൊ അള്ള എന്നെ കൈവെടിഞ്ഞു എന്നുള്ള മാതിരിയാണ്. സുഹൃത്തുക്കളെ, നിസ്കരിക്കുന്നതും നോമ്പ് വെക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതൊക്കെ ഇവിടെ രോഗം വരാതിരിക്കാനോ ഇവിടെ കയ്യിൽ കിട്ടാനോ അല്ല. ഇവിടെ രോഗങ്ങൾ ഉണ്ടാകാം, വിഷമങ്ങൾ ഉണ്ടാകാം, അങ്ങനത്തെ പല പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ള പരീക്ഷിക്കാണ് എന്ന് വിശ്വസിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറ് തരും ഷർറ് തരും, രണ്ടും നമുക്ക് പരീക്ഷണമാണ്. അജവല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അതിശയം തന്നെ എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, എല്ലാ കാര്യം അവർക്ക് നന്മയായി കലാശിക്കും. എങ്ങനെ? ഇന്ന സാബത്തുഹു സറാഉ ശക്ര വ ഇന്ന സാബത്തുഹു ലറാഉ ശബറ, നന്മ വന്നാൽ അവർ സന്തോഷിക്കും, തിന്മ വന്നാൽ അവർ ക്ഷമിക്കും. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ഉറച്ച വിശ്വാസം, അവൻ എന്നെ രോഗം തന്ന് പരീക്ഷിക്കാണ്, ഇതിൽ ഞാൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ്, ഇതിൽ വിജയം വരിക്കാൻ എനിക്ക് സാധിക്കണം. അതാണ് രോഗം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ അള്ളാഹു അനാദരിച്ചു എന്നോ മറ്റോ മാരണം ചെയ്തെന്നോ ഇതൊന്നും നമ്മൾ വിശ്വസിക്കരുത്. അതുപോലെ തന്നെ മരുന്നും ഗുളികയൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ വിചാരിച്ച ഈ മരുന്ന് കൊണ്ടാണ് എന്റെ രോഗം മാറുന്നത്. ആ ഡോക്ടർക്ക് പോയില്ല എന്റെ അസുഖം മാറൂലായിരുന്നു കേട്ടോ, നമ്മൾ സാധാരണ നിലക്ക് പറയാറുണ്ട്. ശരിയായിരിക്കാം, അയാളെ ചികിത്സ വളരെ ഇതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ടോ? ഇഷ്ഫി അന്ത ശാഫി ലാ ശാഫി ഇല്ല അന്ത, അള്ളാഹുവേ നീ രോഗം സുഖമാക്കണേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീ അല്ലാതെ സുഖപ്പെടുത്താൻ ആരുമില്ല
ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയ്ക്കുണ്ടോ ഇതാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. അപ്പൊ നമ്മുടെ രോഗം മാറ്റുന്നത് ഓപ്പറേഷനോ പഥ്യമാചരിക്കലോ ഭക്ഷണ നിയന്ത്രണമോ അല്ലെങ്കിൽ ഗുളികകളോ മരുന്നുകളോ ഒന്നുമല്ല. അതൊക്കെ ചില മാധ്യമങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രോഗം സുഖപ്പെടുത്തുന്ന ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ മരുന്ന് മാത്രം മതിയോ? പോരാ, പ്രാർത്ഥന കൂടി വേണം. എന്നാ പെന്തക്കോസ്തേരന്മാര് വെറും പ്രാർത്ഥന മതിയോ? മരുന്നും ചികിത്സയൊന്നും ഇല്ലാതെ അത് പോരാ, രണ്ടും കൂടി വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. രോഗത്തിന്റെ മരുന്ന് കണ്ടെത്തി ചികിത്സിച്ചാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരങ്ങളെ രോഗം സുഖപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമേ രോഗം സുഖപ്പെടുള്ളൂ. അള്ളാഹുവാണ് രോഗം മാറ്റുന്നവൻ എന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടാ. ഇന്നൊരു ശൈത്താൻ കൂടാനാ പറയാ. ഇന്നൊരു ശൈത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിനെയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്ത മനുഷ്യന്മാര് പുറത്ത് കാത്തിക്ക, ശൈത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്തത്? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എങ്ങനെ ഈ ജിന്ന് കൂടൽ, ജിന്ന് പ്രേതത്തെ പറ്റി നമ്മളെ ആളുകൾക്ക് ഇപ്പോഴൊക്കെ ഒരാളെക്കാരൊരു വീട്ടിൽ തൂങ്ങി മരിക്കേ ആത്മഹത്യ ചെയ്ത് പിന്നെ ആ വീട്ടിൽ പോകാൻ എത്ര സെലഫിയാണെന്നാലും ഒരു ഇടങ്ങാറാ. അതെന്താ? അയാളെ പ്രേതം ഉണ്ടാകുന്നവന്റെ ഉള്ളിലൊരു വിശ്വാസം. സഹോദരന്മാരെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ റൂഹ് അള്ളാഹുവിന്റെ കസ്റ്റഡിയിലേക്ക് നീങ്ങി. അതവിടെ നമുക്ക് പറയാൻ കഴിയൂല. ഒരാൾക്ക് ഒരു റൂഹല്ലേ ഉള്ളൂ. അല്ല, നമ്മളെ ആളുകൾ വിശ്വസിക്കണം റൂഹാനിന്നാ. റൂഹാനി കൂടി ഉണ്ട്. റൂഹാനി എന്ന 2 റൂഹ്. അപ്പൊ ഒരു റൂഹ് അല്ല കൊണ്ടുപോയി മറ്റേ റൂഹ് ഇതിനങ്ങനെ നടക്കുക. അപ്പൊ ആ പറ്റിയ ആളെ നേരത്തെ കൂടി കയറിക്കളയും. അവിടെ നിന്നൊക്കെ ചൂടാക്കിക്കാൻ ആറ്റി വിട്ടാൽ വേറൊരാളെ നേരത്തെ കയറിക്കളയും. ഇങ്ങനെ നടക്കുന്ന റൂഹ് ഉണ്ട്. ആര് പഠിപ്പിച്ച? ഖുർആനിലെ ഇതിലൊന്നുമില്ല. ഖുർആനിലൊന്നും ഡബിൾ റൂഹിനെ പറ്റി പറയില്ല. ഒരാൾക്ക് ഒരു റൂഹേ ഉള്ളൂ. അത് അള്ളാന്റെ കസ്റ്റഡിയിലേക്ക് നീങ്ങാ പിന്നെ അതും പിടേറ്റ് ബന്ധമൊന്നുമില്ല. അതിനെ കൊണ്ട് ഇവിടെ ഒന്നും ജീവിക്കാനും പറ്റൂല. മനസ്സിലായില്ലേ? വല്ലിപ്പാന്റെ റൂഹ് കൂടിക്കാണെന്നുണ്ട് പലയിടങ്ങും വല്ലിപ്പാന്റെ വർത്താനങ്ങള് അല്ലേ? ഇതൊക്കെ ചില പൈശാചികമായ പ്രവർത്തനങ്ങളാണ്. ഇതിലൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രേതത്തെ കുറിച്ച് നമുക്ക് വിശ്വസിക്കാനില്ല. പ്രേതബാധ നമ്മളൊരു മുസൽമാനെ വിശ്വസിക്കാൻ പാടില്ല. ഒരു റൂഹുള്ള ആ റൂഹ് അള്ളാന്റെ ഇതിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രേതവും പിശാചൊന്നും അവിടെ അല്ല. നമ്മൾ എന്ത് പറയും? നമ്മൾ ഏത് വീട്ടിൽ ജീവിക്കുകയാണെങ്കിലും ഇസ്ലാമികമായ മര്യാദ അനുസരിച്ച് ജീവിക്കണം. ഖുർആൻ ഓതണം, നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ വേണം. അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവർക്ക് പല പൈശാചികത ഉണ്ടാവും. അതിൽ പ്രശ്നം അത് പറഞ്ഞിട്ട് കാര്യമല്ല. അതുപോലെ മനസ്സിന്റെ തോന്നലാണ്. ഓരോ മനസ്സിന്റെയും തോന്നലുകൾക്കനുസരിച്ചൊക്കെ പലതും വരുന്നതായും പോകുന്നതായും ചെയ്യുന്നതായും ഒക്കെ കാണും. അത് പകൽക്കിനാവും രാത്രിക്കിനാവും ഒക്കെ ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതിനൊന്നും യാഥാർത്ഥ്യമില്ല. അപ്പൊ പ്രേതത്തെ കുറിച്ചുള്ള വിശ്വാസം. പിന്നെ കണ്ണേറ് അല്ലേ? നമ്മുടെ വീട്ടിന്റെ പെരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമ്മൂട്ടിയാക്ക അതിലെങ്ങനെയാണ് പോകുമ്പോ എന്താ സൈനവാ എന്റെ കുമ്പളങ്ങ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ് അമ്മൂട്ടിയാക്ക വെറുതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി. അമ്മൂട്ടിയാക്ക അതിലൊന്നും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനായി? കണ്ടാ വല്ലോനും പറഞ്ഞളി. അപ്പൊ നാവേറ് തട്ടും. നാവ് കൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്. പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറ് ചെറു അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരില്ല. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒരു പച്ചക്കറി തോട്ടം ഉണ്ടായാൽ അവിടെ വൈക്കോലൊക്കെ നിറച്ചിട്ട് കുപ്പായിട്ടെടുത്തിട്ട് പമ്പറന്നോളം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ ബർലി എന്നാണ് ഇനി പറയാ. ഇവിടെ എന്താ പറയാ എനിക്കറിയാം, നോക്കൂത്തി നിർത്തി. അതാണ് തവക്കൽത്ത് അലല്ലാഹ് നമ്മളെ വിശ്വാസം. അള്ളാഹുവിലൊക്കെ ഏൽപ്പിച്ചിരിക്കണ ആരെയാണ്? ഈ വൈക്കോല് കുത്തിയടച്ച് ഇപ്പം പറഞ്ഞോളെ അല്ലേ? ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കിയൊക്കെ ഒരു പ്രതിമ അല്ലേ? എല്ലാം എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ആ രൂപത്തിലൊക്കെ ഒരു ആണിന്റെയോ പെണ്ണിന്റെയോ എന്തെങ്കിലും മരം കൊണ്ടോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് ഉണ്ടാക്കി വെക്കും. എന്നാൽ അതിന്റെ മേലെ കരിങ്കണ്ണാ നോക്ക് എന്ന് എഴുതി വെക്കും. അപ്പൊ നോക്കണോന്റെ ഒക്കെ കരിങ്കണ്ണ, അവിടെ ഉള്ളോന്റെതോ അവന്റെ ശുദ്ധ കണ്ണ. നമ്മളെ നാട്ടില് ഒരു മൗലവി എടുത്തിട്ട് 100 കൊണ്ട് 100 പറഞ്ഞ ചുണ്ണാമ്പ് കൊണ്ട് ഇങ്ങനെ പുള്ളി കുത്തിയിട്ട് ഇങ്ങനെ തൂക്കിട്ടാണ്. അതിന്റെ
അങ്ങനെ മംഗലം മംഗലം പൊട്ടിച്ചിട്ടായി അല്ലെങ്കിൽ കല്ലിമുണ്ട് ഈ കല്ലുകൊണ്ടും കണ്ണൻ ചേർത്തി ഉള്ളി കൊടുക്കുകയോ കാര്യം പഠിപ്പിച്ചതാ കല്ലിന് ചേർക്കപ്പെടുത്തവൻ അള്ളാഹുവാണ്. നമ്മളെ വീട്ടിൽ പൊടിക്കാറുണ്ടെങ്കിൽ അത് വേറെ തന്നെ കണ്ണുകളുണ്ടാവില്ല, ഇവരുടെ കൂട്ടിയും ശരിയായിട്ടുണ്ടാവില്ല, കമ്പി കെട്ടിയും ശരിയായിട്ടുണ്ടാവില്ല, ശരിയായിട്ടുണ്ടാവില്ല, അതിൽ നിന്നുള്ള ചെയ്തിട്ടുണ്ടാവില്ല, വെച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവരുടെ മേൽ വഴി ചാരാനുള്ള ഒരു മനസ്സിൽ നമ്മളെയൊക്കെ എല്ലാവരെയൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ബഹിർപൂർണ്ണമാണ് യഥാർത്ഥത്തിൽ. ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും അജീർണം വെച്ച് വയറ്റിൽ വല്ല അസുഖം അല്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞില്ല ആ പെണ്ണോട് അമ്പലത്തിൽ കൂടി നടത്തുന്നത് ഇങ്ങനെ ചോറ് കൊടുക്കേണ്ട കുട്ടിക്ക്. കാരണം എന്താ വല്ല അരപ്പട്ടിക്കാരനും മുഴുപ്പട്ടിക്കാരനും കണ്ടു കാണും, അവൻ അതിനോട് കൊതി വെച്ച് കാണും. ആ കൊതിയാണ് നമ്മളെ കുട്ടിക്ക് എത്തിയത് അല്ലേ? ഫിസിക്കത്തിയായ ഏതോ ഒരു തള്ളുണ്ടാക്കിയതാണ്. മറ്റുള്ളവർക്ക് ഒരു ഭക്ഷണം കൊടുക്കൂല, പല കൊടുക്കാൻ പ്രേരിപ്പിക്കൂല എന്ന് പറഞ്ഞിരുന്നല്ലോ മതനിഷേധിയായ മനുഷ്യനെ പറ്റി. ആ സ്വഭാവം ചരിച്ചുണ്ടാവും. നമ്മളെ കുട്ടിക്ക് കൊടുക്കണേ ആരും കാണും കൂടി വേണം, കണ്ടാലും വെളിച്ച് ചോദിച്ചാലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ടോ? നമുക്ക് വയറിന് അസുഖം പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ ഈ അത്താഴപ്പെട്ടിരിക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞല്ലോ. നമ്മൾ തിന്നുന്നതിന് ഇതാവൊരു തെറ്റി വെച്ചിട്ട് പുതു വെച്ചിട്ട് വലാത്തുത്തിരിപ്പൂ, നിങ്ങൾ തിന്നണം കുടിക്കണം, അതിനപ്പുറം ആരും ഓടില്ല. വലാത്തുത്തിരിപ്പൂ എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പലപ്പോഴും രസില്ലാത്ത മധുരന്റെ പണിയാക്കി ചോറ് വെച്ചില്ല. ഓരോരുത്തർക്ക് നല്ലോണം പൊറാട്ട തിന്നു, പിന്നെ പണിയാക്കണം എന്നും ഒന്നരക്ക് ഞാൻ ചോറ് തിന്നണം. എല്ലാ കാര്യം വൈകിട്ട് മാറി നിൽക്കുക, തിന്നണോ? അപ്പൊ ടൈം അങ്ങനെ വേണ്ടി നമ്മൾ അപ്പൊ കണ്ണൂരിനെ പറ്റി പറഞ്ഞാൽ നാവേറ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിലെ കുട്ടികളൊക്കെ ഈ കുന്നേരം പാട്ട് പാടി നടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ടാവും. ഈ കുളം അതിനൊരു ചോദിങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അത് കാലുമക്കൾ തിരിച്ചിട്ട് ഒരു വെള്ളാരെങ്കിലും ഇങ്ങനെ മുട്ടിയ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും. അത് നാവേറ് പാടുക. കുട്ടിന്റെ പേരും ഉമ്മാന്റെ പേരും ഒക്കെ പറഞ്ഞോണ്ടാ കുട്ടിനെ മടിയിലേക്ക് തള്ളങ്ങനെ എന്നിട്ട് അങ്ങനെ പാടുക. പാടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടുക. എന്നിട്ട് എന്തൊക്കെ അവളെ ഗുണഗണങ്ങളൊക്കെ വായിച്ച് പറഞ്ഞ് ഇങ്ങനെ പാടിച്ചാൽ പിന്നെ കുട്ടിക്ക് നാവേറൊന്നും തട്ടൂല എന്നാണ് മുസ്ലിംകളുടെ വിശ്വാസം വരെ. എന്നിട്ട് അവർക്ക് വല്ല നെല്ലോ പൈസ കൊടുത്ത് അവർ പോയിക്കോളും. ഇന്ന് മാത്രമല്ല, ഇന്നും നമ്മളെ ആളുകൾക്കൊക്കെ നല്ല സൗന്ദര്യമുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അല്ലെങ്കിൽ കാണാൻ പോലുള്ള കുട്ടിനായിട്ട് ഇങ്ങനെ നടക്കരുത് എന്ന് ഞാൻ പറയലുണ്ട്. ആളുകളെ നാവേറെത്തിയ എന്റെ കുട്ടിക്ക് കാണാൻ പോലുള്ള കുട്ടിക്ക് അസുഖം വന്നാൽ അപ്പോഴൊക്കെ കയ്യിലും ചെറുതും അള്ളാന്റെ ഭാഗത്താണ് എന്ന ചിന്താഗതി നമ്മുടെ ആളുകളാണ്. അപ്പോ ചില നാട്ടിലൊക്കെ വിശ്വാസപത്രേ ഗർഭിണികളായ സ്ത്രീകള് ആളുകൾ കാണുക ഭക്ഷണം കഴിച്ചാൽ ഗർഭിണികൾക്ക് ചിലപ്പോഴും ഈ ദഹനത്തിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഗർഭമാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും ചികിത്സ ചെയ്യാന്നല്ലാതെ അത് ആളുകൾ കാണാതെ നിന്നൊന്നും കാര്യമില്ല. അപ്പൊ ആളുകൾ കാണാതെ എന്തും ഭാര്യത്തിൽ നിന്നാണെന്നിരിക്കും പല വിചാരം. അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രവർത്തനത്തിലാക്കുന്നത് സാധാരണ നിലക്കൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടി തന്നെ ഗർഭിണി ഭക്ഷണം കഴിച്ചോളണം. അല്ലാതെ അവൾക്ക് സ്പെഷ്യൽ ഭക്ഷണം വേണമെങ്കിൽ അത് സ്പെഷ്യലായിട്ട് കഴിക്കാന്നല്ലാതെ ആളുകൾ കണ്ടുകൊണ്ടുള്ളതുകൊണ്ട് ദഹനത്തിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ ഈ ചില അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ആളുകൾക്കുണ്ട്. പിന്നെ കണി കാണുന്നതിനെ കുറിച്ച് എത്ര ഇല്ലാന്ന് പറഞ്ഞാലും നമുക്ക് ഇന്ന് കച്ചവടത്തിൽ ഒന്നും ഒരു ഗുണം കിട്ടിയില്ല. നേരെ വൃത്തിയായി 10 രൂപയല്ല കച്ചവടം നടന്നിട്ടില്ല. എത്ര കച്ചവടം നടക്കണം? അല്ലെങ്കിൽ ഉറപ്പ ചെങ്ങായിന്റെ കരിമോന്റെ അന്ന് രാവിലെ ഇറങ്ങുമ്പോഴേ കണ്ടത്, അപ്പോഴേ ഉറപ്പിച്ചാ ഞാൻ ഇന്നാളെ ഒരു ദിവസം അതേമാതിരി മോന്റെ മോൻ കണ്ടിറങ്ങിയ അന്ന് ശരിയാവില്ല. കണ്ടോ? അപ്പൊ എന്തായി കയ്യൊരു ചെറു അള്ളാഹു എന്നുള്ളത് പോയിട്ട് ഒരാളെ മുഖം കാണാതിരിക്കാൻ അല്ലേ? കണിയിൽ നമുക്ക് വിശ്വാസല്ലേ? ഇതൊക്കെ അമുസ്ലിങ്ങൾക്ക് നിന്ന് പകർന്ന ആചാരങ്ങളാണ്. നമ്മളൊക്കെ വല്ലിപ്പ വാപ്പോ വല്ലിപ്പായിട്ട് കൂട്ടി നോക്കിയാല് ഉമർഗാന്ധി പറഞ്ഞ മാതിരി ആചാരി മൂച്ചാരി മണ്ണാര് പറയരുവാണല്ലോ. അപ്പൊ അതിൽ ഇങ്ങോട്ട് പോന്നപ്പോ ഒക്കെ അവിടെ വയ്ക്കാൻ വിട്ടുപോയി. ചിലതൊക്കെ കച്ചത്തിൽ വെച്ചുകൊണ്ട് പോന്ന് അവിടുത്തെ ആചരിച്ചൊക്കെ ഇവിടെ വന്നപ്പോ ആചരിച്ചു. അങ്ങനെയാണ് കണിയും കയ്യിലിട്ടും ഒക്കെ നമ്മളടുത്ത് വന്നത്. വീഡിയോ തുറന്ന ഉടനെ കടം വാങ്ങാൻ ചെന്ന ഒരു ബ്രാക്കുണ്ട്. നേരെ വെളുക്കുമ്പോ തന്നെ പച്ച കടത്തിന് വന്നിരിക്കുക പൊതുവായിട്ട് എന്നുണ്ട്. എന്താ കൂട്ടരെ കടം കൊടുക്കുകയാണെങ്കിൽ തുറക്കുമ്പോ കൊടുത്താലും അടക്കുമ്പോ കൊടുത്താലും ഒക്കെ കണക്കല്ലേ? നല്ല വ്യത്യാസമുണ്ടോ? അടക്കാൻ നേരത്തെ കടത്തിന് വന്നാലും ദോഷം എന്നിട്ട് ആളുകൾക്ക് വിചാരം. അങ്ങനല്ല,
പിന്നെ നല്ല ഒരാളേക്കൊന്ന് കൈനീട്ടം കിട്ടണമെന്നാ ഞാൻ ഇപ്പൊ നിങ്ങളോട് തർക്കിക്കില്ല. നീകാരം വന്നിട്ട് രാവിലെ പറയാ തർക്കിക്കല്ലിട്ടോ, രാവിലത്തെ കൈനീട്ടാണ്, അത് വേറെ തട്ടിപ്പാ. 35 കൊടുക്കാനാ 35 കൊടുക്കുമല്ലോ. അപ്പൊ നിങ്ങളെ കൈനീട്ടം കിട്ടിയിരുന്ന ഉഷാറായിട്ട് പിറ്റേന്ന് പറയും ചെയ്താ പിന്നെ നമ്മൾക്ക് ഏത് കളിക്കും നീ കൊടുക്കാതെ പോകുമ്പോൾ മനസ്സിലാക്കും അതിനുള്ള തട്ടിപ്പാണ്. ഇസ്ലാമിൽ കൈനീട്ടൊന്നുമില്ല. ഒരാൾക്ക് ഹൈറ് വരുന്നത് ഒരാളെ കൈകൊണ്ട് കിട്ടിയതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ കൈനീട്ടവും കണിയും ഒക്കെ നമ്മുടെ ആളുകൾ എടുത്തു പോയി എന്ന് പറഞ്ഞാലും ഇപ്പോൾ എടുത്തുപോയില്ല. അതുപോലെ ഈ മുഹൂർത്തം നോക്കല്, ഗൾഫ് പോകാൻ ടിക്കറ്റ് ചൊവ്വാഴ്ച വേണ്ട എന്താ ഇപ്പോഴും നമ്മളൊക്കെ ഉള്ളിൽ ചൊവ്വക്കൊരു ദോഷം ചെന്നെ, ചൊവ്വാദോഷം നമുക്കൊക്കെ ഉണ്ട്. നിങ്ങൾ ബസ് കയറി വെക്കാൻ ഇപ്പൊ കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന ഒരുപാട് ബസ്സുകൾ കണ്ടക്ടർമാരോട് ചോദിച്ചാൽ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, ഇന്ന് ഇങ്ങനെ തന്നെയാണ്. കാരണം കോഴിക്കോട്ട് കച്ചവടത്തിൽ എന്താ പാലക്കാട്ടിൽ നിന്ന് അങ്ങ് പോകില്ല, പാലക്കാട്ട് കച്ചവടത്തിൽ നിന്ന് കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള അങ്ങോട്ട് പോകില്ല. അതിന് ചൊവ്വില്ലാത്ത ദിവസമാണെങ്കിൽ നമ്മളൊക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ബസ്സുകാരോട് ചോദിച്ചാലേ കണക്ഷൻ കുറവാണ്. കോഴിക്കോട് കണ്ണൂരോടുന്ന ബസ്സുകാരോട് ചോദിക്കുകയാണെങ്കിൽ അന്ന് കണക്ഷൻ കുറവാ ബസ്സിലെ. കാരണം ആരും യാത്ര പോകില്ല. മുസ്ലിങ്ങൾ തന്നെ പോകില്ല. ഇസ്ലാമിലെ എല്ലാ ദിവസവും നല്ല ദിവസമാണ് അല്ലേ. വെള്ളിയാഴ്ച കുറച്ചുകൂടി പുണ്യമുള്ള ദിവസമായി പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ചക്ക് എന്തെങ്കിലും ദോഷമുള്ളതായിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ആളുകൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹറത്തിന്റെ നാക്സ് ആരുണ്ടാക്കിയതാ? ഷിയാക്കൾ ഉണ്ടാക്കിയതാ. കാരണം കർബല എന്നൊരു യുദ്ധം നടന്നു, അതിൽ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. അത് കൊല്ലപ്പെടാൻ കാരണം ഇവർ അനാസ് തന്നെയാണ്. ഷിയാക്കളുടെ അനാസ് കൊണ്ട് സംഭവിച്ചതാണ്. ഇരിക്കട്ടെ, എന്നിട്ട് ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അത് പിന്നെ ഷിയാക്കളെ അങ്ങേറ്റം എതിർക്കുന്ന സുന്നത്തിയമായ പേര് അത് കൊണ്ടുവരണം. നമ്മളൊക്കെ ഒരു കാലത്ത് സുന്നത്തിയമായത്തിന്റെ ഒക്കതാക്കളായതുകൊണ്ട് നമ്മളെയൊക്കെ എപ്പോഴും ഉണ്ട്. അത് കല്യാണം നിശ്ചയിക്കുമ്പോ അത് മുഹറം 8-ന് അതേതായാലും വേണ്ട. അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, എന്താ എന്നാ 8-ന് നിശ്ചയിക്കണം. ഒന്നും ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞാൽ 8-ന് നിശ്ചയിക്കണം. ഒന്നും ഉണ്ടായിട്ടല്ല എന്ന് പറയും 8-ന് നിശ്ചയിക്കില്ല. മുഹറം 10 അങ്ങോട്ട് കഴിഞ്ഞോട്ടെ കച്ചവടം തുടങ്ങുകയാണ്. മൗലവി ഞമ്മക്കൊന്നും ഉണ്ടായിട്ടല്ല, മൂത്തച്ഛനും ഇളയച്ചനും അളിയാനും അമ്മാച്ചനും ഒക്കെ പറഞ്ഞത് വേണ്ടാന്ന്. കേട്ടോ, അപ്പൊ എന്റെ വിശ്വാസം വരെയൊക്കെ കാലിലോട്ട് പണയം വെച്ച് എന്താ അതിന്റെ ആവശ്യം? മുഹറം 10-ന് മുമ്പ് എന്തെങ്കിലും തുടങ്ങാൻ പാടില്ല, കല്ല് കുടിയിരിക്കാൻ പാടില്ല, വീട് കയറി താമസിക്കാൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല. ആര് പഠിപ്പിച്ചാ? നബി പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ ആളുകളെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ വിശ്വാസമുണ്ട്. അന്ന് വല്ലതും കിട്ടിയാൽ ആ കൊല്ലം കിട്ടിക്കൊണ്ടേയിരിക്കും, അന്ന് വല്ലതും പോയാൽ ആ കൊല്ലം പോക്കായിരിക്കും അല്ലേ. അതുകൊണ്ട് 10 കഴിഞ്ഞ് പോയാൽ അത് തെരഞ്ഞെടുക്കും. കാരണം എന്താ? അത് മുഹറം 1-ന് പോയതാ, അവിടെ കൊല്ലം പോക്കായിരിക്കുന്ന. അന്ന് വല്ലതും കിട്ടലായിരിക്കും. ഈ വിശ്വാസല്ലേ? സഫർ മാസത്ത് കടം കൊടുക്കാത്ത മുസ്ലിമീങ്ങൾ ഇപ്പോഴുണ്ട്. കാരണം സഫർ മാസത്തിൽ കൊടുത്താൽ കിട്ടൂലാണ് വിശ്വാസം അല്ലേ. ഇതൊക്കെ ആരുണ്ടാക്കിയ വിശ്വാസം? നബിന്റെ കാലത്ത്, ജാഹിലിയ കാലത്ത് സഫറിന് ഒരു അവലക്ഷണം കൽപ്പിച്ചപ്പോ നബി പറഞ്ഞു ലാ സഫർ ലാ ഹൂൽ, പൊട്ടിച്ചേത്താനില്ല, സഫറിന് പ്രത്യേകതല്ല, സഫറിന് എന്തെങ്കിലും അവലക്ഷണമല്ല എന്ന് റസൂല് തിരുത്തിയിട്ടുണ്ട്. അതേ ജാഹിലിയത്ത് നമ്മൾ ആളുകൾ മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ കൊണ്ടു നടക്കുന്നു അല്ലേ. മറ്റു ലക്ഷണം നോക്കണ സമ്പ്രദായം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, ഇപ്പോഴുണ്ട്. ഒരു തത്തനീസ് ഇങ്ങനെ വരും, എന്നിട്ട് തുറന്നു വിടും, കുറെ ചീട്ട് ഇങ്ങനെ കത്തിക്കിടും. ഹനുമാന്റെ ഉണ്ടാവും, സീതന്റെ ഉണ്ടാവും, രാമന്റെ ഉണ്ടാവും, മറ്റെല്ലാവരും ഉണ്ടാവും. പറ്റിയെടുത്തിട്ട് ഒന്ന് കൈ കൊടുക്കും, കൂട്ടിനകത്ത് പോയി കയറും. കിട്ടിയത് ഹനുമാനാണ്. എന്നിട്ട് ഇങ്ങനെ വിശദീകരിക്കുകയാണ് ഹനുമാനെ പറ്റി. അപ്പൊ ഹനുമാനെയും തന്നെയും ബന്ധപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ വിശദീകരണം. നോക്കണം. അപ്പൊ അയാളെ അങ്ങനെ പോയതും ഇങ്ങനെ പോയതും. അപ്പൊ ഇയാളുടെ പിന്നെ ഭാവി കാര്യങ്ങളൊക്കെ ഇത് വീട്ടിലിരുന്ന് ഇങ്ങനെ കേൾക്കുക, ഇതൊക്കെ സത്യാന്നും വിചാരിച്ചിട്ട് ഇന്നാലും അയാൾ അത് പറഞ്ഞല്ലോ, ഇങ്ങനെ ഇതൊക്കെ സാധിക്കണേ അല്ലേ. കൈനോട്ടത്തിൽ ഇപ്പോഴും വിശ്വാസമാണോ? നമുക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും നമ്മളെ കൂട്ടുകാരൻ വന്നപ്പോ വെറുതെ കാണിച്ചു കൊടുത്താൽ കൈ അവൻ പൈസയും കൊടുത്ത്. എന്നാലും പറഞ്ഞു വന്ന് നോക്കുമ്പോ ചിലതൊക്കെ അത് ആരെ പറ്റിയും പറഞ്ഞാൽ ശരിയാണ്. കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇറങ്ങിയിട്ട് ഒരാളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഒരു വിദേശ യാത്രയെ കുറിച്ചുള്ള ചിന്ത വന്നും പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അധിക ചെറുപ്പക്കാർക്കും ഒരു വിദേശ യാത്ര ചിന്ത വന്നും പോയി നിൽക്കുന്നുണ്ടാവും. അന്നരേഖ ആയുധരേഖയൊക്കെ തെളിഞ്ഞാണ് കിടക്കണേ. അന്നരേഖ ഭക്ഷണത്തിന്റെ രേഖയില്ല, ഇല്ലാത്ത മനുഷ്യണ്ടാവും. ആയുസ് രേഖ തെളിഞ്ഞാ കിടക്കണേ. കുടുംബത്തിനും നാട്ടിലൊക്കെ പലജാതി ശത്രുക്കളുണ്ട്, പക്ഷെ അവർക്കൊന്നും നിരീക്ഷിക്കാൻ കഴിയുന്നില്ല. അവരുടെ ശത്രുക്കൾ ഫലപ്പെടുന്നില്ല. അവർക്ക് പൊന്തി എല്ലാ ശത്രുക്കളിൽ നിന്നും വിജയത്തിലാളിതരായ ബഹുമാനപ്പെട്ട ഞാൻ ഒരു ചായ എടുക്കാറില്ല. വീഡിയോയിലാണെങ്കിലും കൈനോട്ടക്കാരൻ ചായ 10-15 കൊടുക്കുന്നവർക്ക് വാക്കുകൊണ്ട് വിലമതിക്കുന്ന രേഖ പറയണത്. അപ്പൊ ആൾ പൊന്തി 10-15 കൊടുക്കുന്നവരെ വാക്ക് പറയുന്നതാണ്. അതാണ് രേഖയിൽ തെറ്റിയാണെന്നാണ്. എനിക്കാദ്യം തന്നെ പൊക്കണ 4 വർത്താനം പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞ 100 എണ്ണം നോനയായിരിക്കും. അതൊന്നും തെറ്റിക്കലാണ് കൈനോട്ടം അല്ലേ. അതിനെന്താ? ഫാത്തിമ ദീനിന്റെ കൈനോക്കിയ കൊത്തിപ്പാട്ടി നമ്മളൊക്കെ ഉണ്ട് അല്ലേ. കുറത്തി വന്നിട്ട് കൈ നോക്കിയ കഥ ഉണ്ട്. ഫാത്തിമ ഷിയാക്കൾ ഉണ്ടാക്കിയ കഥയാണ്. ഫാത്തിമ അതി 10 വെച്ചു 1 വെച്ചാ കേട്ടിട്ടുണ്ടാവുകള്. അങ്ങനെ പല പാട്ടും
കൈനോട്ടപ്പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ കൈ നോക്കുന്നതിനെ കുറിച്ചൊരു വിശ്വാസം. ഭാവി കാര്യങ്ങൾ അറിയാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ചിട്ട് വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന നബി ഉണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് വന്നപ്പോ നിങ്ങളെ ഇവരെ പാടിയൊക്കെ പാടിക്കളത് പാടണ്ടെന്ന് പറഞ്ഞു. ആര്? അശറഫുൽ ഖൽഖായ റസൂലുള്ള. അദ്ദേഹത്തിന് പോലും ഭാവി കാര്യങ്ങൾ അറിയാൻ സാധിക്കുമായിരുന്നില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി, മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ കുറെ നന്മകൾ ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നു. വമാ മസ്സനിയസു, ഒരു തിന്മയും എന്നെ ബാധിക്കുമായിരുന്നില്ല എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് പോലും അറിഞ്ഞിട്ടില്ല നാളത്തെ കാര്യം. പിന്നെ ഈ രണ്ടുക്കാരന്റെ ഈ ചുറ്റുവച്ച് നടക്കണ കൈനോട്ടക്കാരൻ അറിഞ്ഞു പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഇവര് നമ്മളെ 15 2 റുപ്യ 3 റുപ്യ വാങ്ങി നടക്കണോ? എന്റെ ഭാവി കാര്യമൊക്കെ നോക്കി പ്രവേശിച്ച് കുത്തിരുന്നാ പോരെ? എന്നിട്ട് അവനെ ഒരു പൊടിക്കഷ്ണത്തിന് കയ്യിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് പ്രൊഫസർ SLC കൂടി ജയിച്ചിട്ടുണ്ടാവില്ല. അവനെ പ്രൊഫസർ. ഈ പ്രൊഫസർക്കും ഡോക്ടർക്കും ഒന്നും ഒരു വിലയില്ലാത്ത കാലാണ് ഇപ്പൊ. അപ്പൊ ഈ പ്രൊഫസറിന്റെ ആള് കൈനോട്ട ശാസ്ത്രം പഠിച്ചവനാണ്. ഗൗണിശാസ്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രം എത്രേ? എന്താ ഗൗണിശാസ്ത്രം? പല്ലി കൊക്കി വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോ പല്ലി ഒന്ന് കൊക്കി. കണ്ടോ, ആ പറഞ്ഞത് സത്യാണ്. പറഞ്ഞത് നമ്മളാളുകള് അതും വലത്തെ കോടിയിലാ കൊക്കിയെന്നാണ്. അപ്പൊ പിന്നെ പറയും വേണ്ട, എന്തായാലും സത്യം തന്നെയാണ്. അതിനെക്കുറിച്ചൊരു കഥ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ് നബി സൗർ ഗുഹയിൽ വെച്ചിരുന്നപ്പോ ഖുറൈശികൾ പുറത്തു വന്നിട്ട് അപ്പൊ അവര് ഇതിന്റെ ഉള്ളിൽ ആരും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞത്രേ. അപ്പൊ പല്ലി വെക്കീന. അപ്പൊ അവരെ വിശ്വസിച്ചിട്ട് പോയി. അപ്പൊ ജാഹിലിയത്തിന്റെ വിശ്വാസമാണ് നമ്മളാളുകൾ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണത്. ഒരു കറുത്ത പൂച്ച വിലങ്ങനെ വാങ്ങിയ നമ്മൾ തിരിഞ്ഞു പോരും. ഇന്നത്തെ കാര്യം ഒന്നും ശരിയാവില്ല. അവലക്ഷണം, ദുശകുനം. തമിഴന്മാരൊക്കെ ആണെങ്കിൽ വണ്ടി അവിടെ ചവിട്ടി നിർത്തും. തമിഴിന്റെ ഒപ്പം ഉണ്ടാകണം മാപ്പിള മുണ്ടോ അല്ല. ഈ 15 ദിവസം വരില്ല, എന്നാ നടന്നോട്ടെ. എന്നിട്ട് വേറെ വണ്ടികൾ പോയിട്ടേ പിന്നെ വണ്ടി എടുക്കുള്ളൂ. അപ്പൊ കറുത്ത പൂച്ച വിലങ്ങനെ വാങ്ങിയാൽ ദോഷാണെന്നാണ് ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെ വിശ്വാസം. അതല്ലേ? കൂമം കരഞ്ഞാല്, കൂമം കരഞ്ഞ രാത്രി കരഞ്ഞ ഒരു മരണത്തിന്റെ ദൂതൻ. ഇവിടെ മരണം വരിക ഉറപ്പായില്ല. നബി സല്ലല്ലാഹുവിന്റെ കാലത്തുണ്ടായിരുന്നത് നബി ഒന്ന് നിരുത്സാഹപ്പെടുത്തുകയും തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അതുപോലെ പല പക്ഷികൾ കരഞ്ഞാലും, കാക്ക കരഞ്ഞ വിരുന്നുകാർ വരുന്നുണ്ട്, കാക്ക വിരുന്ന് വിളിക്ക. അതിന്റെ കൊമ്പത്ത് വന്നിരുന്ന് കാക്ക വിരുന്ന് വിളിച്ചതും പോലും പണ്ട് കത്തുപാട്ടുകാരൻ പാടിയിട്ടുണ്ട്. അത് മലയാളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വിശ്വാസമാണ്. കാക്ക കരഞ്ഞ വിരുന്നുകാർ വരും, കൂമം കരഞ്ഞ രോഗമോ മരണമോ വരും. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അപ്പൊ ചില പക്ഷികൾക്ക് അവലക്ഷണം, ചില മൃഗങ്ങൾക്ക് അവലക്ഷണം. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല, നമ്മൾ ആളുകൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടതാണ്. ഇപ്പൊ കേട്ടു വെക്കുമ്പോ ഓലമടല് വിലങ്ങ് വീണാൽ വരെ അവലക്ഷണമായിട്ട് നമ്മുടെ ആളുകൾ കാണും. നടന്നിങ്ങനെ പോകുമ്പോ ഓലമടല് വിലങ്ങിന് ഇന്ന് പോണീനൊരു തടസ്സം ഉണ്ടാവും, ഉറപ്പാണ് എന്ന് നമ്മളെ ആളുകൾ വിശ്വസിക്കും. ഓലമടലെടുത്ത് മാറ്റിയാൽ മതി, കഴിയൂല. അപ്പോ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സാധാരണ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ, ഞാൻ വരുമ്പോ ഇന്ന് ഞാൻ 11:30 കൂടെ ക്ലാസ്സിന് വരുന്നത്, അപ്പൊ എന്നെ പറ്റി അതിനോട് ചിലപ്പോ എന്നെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. എന്താ ഇയാളെ കാണില്ല, അപ്പൊ അയാളാണ് ആയിപ്പോണ് പറഞ്ഞു കേട്ടോ. ആയുസ് നല്ല നീളുണ്ട്, പഠിത്തൊന്നും മരിക്കില്ല. എന്താ പിന്നെ അത് നമ്മള് ഗൾഫിലുള്ള സഹോദരനെ പറ്റി സംസാരിച്ചിരുന്നു, പെട്ടെന്ന് ഫോണിൽ വന്നാ ഞങ്ങളിപ്പോ എന്നെ പറ്റി പറഞ്ഞു ആയുസ് നീളുണ്ട്. അപ്പൊ ആയുസിന്റെ നീളത്തിനനുസരിച്ചാ കണക്കാക്കള്. വേണമെങ്കിൽ പിറ്റേന്ന് മരിച്ചിട്ടുണ്ടാവും, ഇവരാരും ആലോചിക്കില്ല. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഇടയിലുള്ള മറ്റൊരു അന്ധവിശ്വാസമാണ്. കുരുമുളക് പറിച്ചു കഴിഞ്ഞാല് അതിന്റെ ആ തോക്കണ്ടല്ലോ, എന്തായാലും ഇവിടെ പല തോക്കമെന്ന് പറയാം, അതിങ്ങനെ വഴിയിലൊക്കെ വെതറിടും. നല്ലോണം ആള് നടക്കണ വഴിയിലാടുക. എന്തിനാ? എത്ര ആള് ചവിട്ടിയോ അതിനൊക്കെ അടുത്ത കൊല്ലം തോക്ക് അധികം ഉണ്ടാവുന്ന ഏതോ ഒരു ഫിസിക്കലായ കാരണവരോട് ആരോ ഉപദേശിച്ചു കൊടുത്ത അതിങ്ങനെ നമ്മള് ആചരിച്ചുകൊണ്ട് വരികയാണ്. കായ അധികം ഉണ്ടാകണമെങ്കിൽ കുരുമുളക് വള്ളിക്ക് വേണ്ട ചികിത്സകളൊക്കെ ചെയ്യണം. അതിന് വെള്ളം നനക്കണം, തടം കെട്ടി കൊടുക്കണം, രോഗം വന്നാൽ കൃഷിഭവനിൽ പോയിട്ട് മരുന്നായിട്ട് തെളിച്ചു കൊടുക്കണം. ഇതൊക്കെ ചെയ്യാ. അല്ല തോക്ക വൈമക്കൂടിയിട്ട് ഇപ്പം തൊള്ളയും പിടിച്ച് ഇങ്ങനെ നടന്നാ കുരുമുളക് ഉണ്ടാവില്ല. അത് മടിയന്മാരായ ചില ആളുകൾ പിൽക്കാലത്ത് കണ്ടുപിടിച്ച. പിന്നെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നത് വീടുണ്ടാക്കുന്ന കാര്യത്തിലാണ്. വീടുണ്ടാക്കുമ്പോ സ്ഥാനം നോക്കൽ. ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ വടകര തങ്ങളെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആരും അവിടെ വീടുണ്ടാക്കൂല അല്ലേ? ചങ്ങായിട്ട് വടകര ചീത്താണ്ട് അയാളെടുത്ത് പോയിട്ട് അയാൾ സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ആകെ ഗൾഫ് പോയിട്ട് 10 15 കൊല്ലം സമ്പാദിച്ചിട്ട് ഒരു 5 സെന്റ് വാങ്ങിയതാ. എന്നിട്ട് ഈ ചങ്ങായിട്ട് ഇങ്ങനെ നോക്കും, ബലെന്താ സർവേ നമ്പർ എന്തെന്ന് നോക്കിയാൽ സ്ഥലം എവിടെയെന്നറിയോ? ഇത് പറ്റൂല.
കൊടുക്കാൻ. അയാളെടുത്ത് പോയിട്ട് അയാൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ 10-15 കൊല്ലം സമ്പാദിച്ചിട്ട് ഒരു 5 കെട്ട് വാങ്ങിയതാണ്. ഇത് ടീച്ചർമാർക്കൊന്നും നോക്കില്ല. എന്താ നോക്കിയ വില എവിടെയെന്നറിയാം.